എന്തിനിവിടെ സഞ്ജുവിനോട് കള്ളം പറയണം? കവിത പറഞ്ഞതാ സത്യം. ടീപ്പോയുടെ പുറത്തിരുന്ന കവറ് വേസ്റ്റ് ബക്കറ്റിൽ വീണ് കാണും. നിന്നെ ഞാൻ ഇങ്ങനെയൊന്നും അല്ല കണ്ടത്. നീ ഇത്ര ഉത്തരവാദിത്വം ഇല്ലാത്തവളായി പോയല്ലോ അമ്മോ. നീ ആ കത്തിച്ചു കളഞ്ഞ കടലാസിന്റെ വില എത്രയാണെന്ന് നിനക്കറിയോ? 1 കോടി രൂപയുടെ മൂല്യമുണ്ട് അതിന്. അത് പിന്നെ എങ്ങനെയാ? വല്ല ബോധവും വേണ്ടേ? തലയ്ക്കകത്ത് മുഴുവനും കളിമണ്ണല്ലേ? അതല്ലേ കളിമണ്ണി കുഴച്ചു വെച്ച ദൈവത്തെ മനസ്സിൽ പ്രതിഷ്ഠിച്ച് നടക്കുന്നത്? സഞ്ജു മതി. അമ്മേ, എനിക്ക് ആ ചെക്കുകൾ തിരിച്ചു കൊടുക്കേണ്ടതാ. ഇവളെ ആ സച്ചി ഭാര്യയായിട്ട് വാഴിക്കാൻ പോകുന്നത് ഒരു ബിസിനസ്സുകാരന് എന്തുകൊണ്ടും ചേർന്ന ഭാര്യ തന്നെ. കഷ്ടം. എല്ലാവരും കൂട്ടുചേർന്ന് സച്ചിയെ കടലിൽ തള്ളിയതുപോലെയായി. കവിത ഇനി ശബ്ദിച്ചു പോകരുത്. ചെക്ക് സൂക്ഷിക്കേണ്ടത് നിന്റെ കടമേ. എന്റെ റൂമിലല്ലാതെ ഞാനത് ഇവിടെ സൂക്ഷിക്കാനാ? ഡൈനിങ് ഹാളിലോ കിച്ചണിലോ ഒന്നും അല്ലല്ലോ ഞാൻ കൊണ്ടുവച്ചത്. അപ്പച്ചിയെ കുറ്റം പറയാനൊന്നും പറ്റില്ല. തെറ്റ് ചെയ്തേ ദേ ഇവളാ. എന്റെ സ്വൈര്യം കെടുത്താനാ ഇവള് നോക്കുന്നത്. എന്നെ നാണം കെടുത്താനാ നീ പോകുന്നത്. ഇത് എനിക്ക് എന്ത് വിലയുള്ളത്? ചെക്ക് തന്ന മനുഷ്യനോട് ഞാൻ എന്ത് പറയും? ചെക്ക് സൂക്ഷിക്കാൻ കഴിയാത്തവനെയാണോ 14 കോടിയുടെ പ്രോജക്ട് ഏൽപ്പിക്കുന്നതെന്ന് ചോദിക്കില്ലേ? അത് സത്യമല്ലേ? അമ്മോ, മോളങ്ങ് മുറിയിലേക്ക് പോകാനല്ലേ പറഞ്ഞത്? പോ. അമ്മു സഞ്ജുവിൽ നിന്ന് സത്യം മറച്ചു വെച്ച് കുറ്റം സ്വയം ഏറ്റുവാങ്ങിയത് എന്തോ മനസ്സിൽ വെച്ച. ശ്രീകുട്ടി പ്രഭയ്ക്ക് വേണ്ട ഡോക്യുമെന്റ്സ് മെയിൽ ചെയ്യാൻ പോയി. നീ ഇന്ന് ഓഫീസിൽ പോയില്ലേ? ഇല്ല, ഞാനിപ്പോ വീട്ടിലുണ്ട്. വേഗം ഇങ്ങോട്ട് വാ. ആ പെണ്ണിന്റെ കാര്യത്തിൽ നമുക്ക് ഇന്ന് തന്നെ ഒരു തീരുമാനം എടുക്കണം. അതിന് വേണ്ടതെല്ലാം ഒത്തു വന്നിട്ടുണ്ട്. സഞ്ജുവും ശ്രീദേവിയും അവൾക്കെതിരെ തിരിഞ്ഞു കഴിഞ്ഞു. എന്താ കവിതേ, നിന്റെ സമനില തെറ്റിയോ? ശ്രീകുട്ടി അടുത്തുണ്ടോ? നീ കാര്യം എന്താന്ന് വെച്ചാ പറ. അതെ, 14 കോടിയുടെ വില്ല പ്രോജക്ടിന്റെ കാര്യം രാവിലെ ഞാൻ വല്യേച്ചിയോട് പറഞ്ഞിരുന്നില്ലേ? അതെന്താ നടക്കില്ലേ? നടക്കോ ഇല്ലയോ എന്നൊക്കെ എനിക്ക് കണ്ടറിയണം. 1 കോടിയുടെ ചെക്ക് അയാള് തന്നിരുന്നു. അതിപ്പോ ചാരമായി പോയി. നീ തെളിച്ചു പറ കവിതേ, മനുഷ്യന്റെ ക്ഷമ കെടുത്തല്ലേ? എന്റെ റൂമിലെ ബേസ് പേപ്പറുകൾ കത്തിച്ച കൂട്ടത്തിൽ ടീപ്പോയിലിരുന്ന് ചെക്കുകൾ വെച്ച കവറും അവള് കത്തിച്ചു കളഞ്ഞു. ആര്? വല്യേച്ചിയുടെ മോളുടെ പുന്നാര അനിയത്തി. എന്റെ ഈശ്വര, 1 കോടിയുടെ ചെക്ക് ലീഫുകൾ ആ പെണ്ണ് കത്തിച്ചു കളഞ്ഞെന്നോ? വല്യേച്ചി ഒന്ന് വേഗം വാ. സഞ്ജു വന്നിട്ടുണ്ട്. ശ്രീദേവി ഉൾപ്പെടെ ഒരാള് പോലും അവളുടെ പക്ഷം പിടിക്കുന്നില്ല. പെട്ടെന്നൊന്നും വാ. ശരി. ഞാൻ ചെയ്യാത്ത കുറ്റം ഏറ്റെടുക്കുന്നത് എന്റെ ചേച്ചിക്ക് വേണ്ടിയാ. ആരൊക്കെ എന്നെ തെറ്റുകാരിയാക്കിയാലും എന്റെ ചേച്ചിക്ക് എന്നെ മനസ്സിലാക്കാൻ കഴിയും. ഞാൻ ഈ കുറ്റം സ്വയം ഏറ്റെടുത്തില്ലെങ്കിൽ ചേച്ചിയും അമ്മയുടെ മകനും തമ്മിൽ തെറ്റും. അത് വലിയ പ്രശ്നങ്ങളിലേക്ക് പോവും. അതുണ്ടാവാൻ പാടില്ല. മോളെ, മുമ്പൊരനുഭവം അമ്മയ്ക്കറിയാലോ. ഇനി അതുണ്ടാവരുത്. ഞാൻ ശ്രദ്ധിക്കാതെയാ ആ കടലാസുകൾ കത്തിച്ചത്. അതിൽ എന്തൊക്കെയുണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാനത് നോക്കേണ്ടതായിരുന്നു. ഞാൻ തന്നെ കുറ്റക്കാരി. അമ്മയുടെ മകന്റെ മുന്നില് ഞാൻ തെറ്റ് ചെയ്തവളെ പോലെ നിൽക്കാനുള്ള കാരണവും അതാണ്. നീ എന്റെ മുന്നിൽ പൊട്ടും കളിക്കാൻ നോക്കുവാണോ? ഞാൻ മണ്ടിയാണെന്നാണോ നീ കരുതിയത്? കേട്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായതാ നീ മറ്റുള്ളവരെ രക്ഷിക്കാനും നോക്കുന്നേന്ന്. നീ ആ വേസ്റ്റ് പേപ്പർ അരിച്ചു പറക്കി നോക്കാതെ കത്തിച്ച് കളയില്ലെന്ന് എനിക്കറിയാം. ഓരോ കാര്യത്തിലും നീ കാണിക്കുന്ന ശ്രദ്ധ മതി ആർക്കും അത് മനസ്സിലാക്കാൻ. പക്ഷേ ഇവിടെ ആർക്കും അതേപ്പറ്റി ചിന്തിക്കാൻ പോലും സമയമില്ലല്ലോ. 1 കോടി രൂപ എന്ന് കേട്ട് കണ്ണും തള്ളി നിൽക്കുമല്ലേ? ചേച്ചി, ആരോടൊരു പ്രശ്നത്തിനും പോവല്ലേ. ഞാൻ ചേച്ചിയുടെ കാല് പിടിക്കാം. നീ എന്റെ കാല് പിടിച്ച ആ ചെക്ക് ലീഫുകൾ തിരിച്ചു കിട്ടോ?
നീ എന്റെ മുഖത്ത് നോക്കി പറ, കത്തിപ്പോയ ആ പേപ്പറിന്റെ കൂടെ ആ ചെക്ക് ലീഫുകൾ ഉണ്ടെന്ന് നിനക്ക് വിശ്വാസമുണ്ടോ? കത്തിക്കുന്നതിന് മുമ്പ് നീ നോക്കിയതല്ലേ? കള്ളം പറയാൻ ശ്രമിക്കരുത്. കവിത, എന്താ ഇതിന് പിന്നിലെ സത്യം? എന്താ? ദേ, മറച്ചു വെക്കാതെ നീ എന്നോടത് പറയണം. സത്യത്തില് ആ ചെക്കുകൾ നീയാ മാറ്റിവെച്ചതെന്ന് ശ്രീകുട്ടിയെ പോലെ എനിക്കും അറിയാം. വല്യച്ചോട് ഞാൻ കള്ളം പറയില്ലെന്ന് അറിയില്ലേ? ചെക്കുകൾ കത്തിച്ചു കളഞ്ഞ ആ കടലാസിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഇക്കാര്യത്തിൽ വല്യച്ചയ്ക്ക് ഒരു സംശയവും വേണ്ട. നീ അങ്ങനെ ചെയ്യില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അത് നിന്റെ കയ്യിൽ തന്നെയുണ്ട്. നീ അതെടുത്ത് സഞ്ജുവിന്റെ കയ്യിൽ കൊടുത്ത് ഈ പ്രശ്നം ഉടൻ പരിഹരിച്ചേ തീരൂ. നടന്നത് തന്നെ. ചാരമായത് പുനഃസൃഷ്ടിക്കാനുള്ള സിദ്ധിയൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. കവിതേ, നീ ആ പെണ്ണിനെയാണ് ഉന്നം വെച്ചതെങ്കിലും ഇപ്പൊ കാര്യങ്ങൾ ചെന്ന് നിൽക്കുന്നത് ശ്രീകുട്ടിയും സഞ്ജുവും തമ്മിലുള്ള ഒരു തുറന്ന പോരില്. അതിനുള്ള തീപ്പൊരി വീണു കഴിഞ്ഞു. ഇനി അത് ആളി കത്തുന്നതിന് മുന്നേ എനിക്ക് ഈ പ്രശ്നം പരിഹരിച്ചേ പറ്റൂ. ദേ, 1 മണിക്കൂർ കഴിഞ്ഞ ശ്രീകുട്ടിയെ നിയന്ത്രിക്കാൻ ആർക്കും കഴിയാതെ വരും. അവൾ ആ പെണ്ണിനെയും കൊണ്ട് ഇവിടുന്ന് ഇറങ്ങി പോകുന്ന സൂചനയാ തന്നത്. പിന്നെ ഞാനെന്തിനാ ഇവിടെ നിൽക്കുന്നത്? ദേ, അത് കാണാനാണോ നീ ആഗ്രഹിക്കുന്നത്? പ്ലീസ്, വല്യച്ച എന്നെ ഒന്ന് മനസ്സിലാക്കാത്തതിന്റെ വിഷമത്തില്ല ഞാനിപ്പോ. ശ്രീകുട്ടിയുടെ ആവശ്യം സാധിച്ചു കൊടുക്കാൻ ചെക്കുകൾ വേണ്ടേ? ആ പെണ്ണ് തെറ്റ് സമ്മതിച്ചിട്ടും ശ്രീകുട്ടിക്ക് എന്താ അത് മനസ്സിലാവാത്തത്? പ്ലീസ്, വല്യച്ചി മോളെ പോലെ ആവരുത്. ദേ, ഈ വിഷയത്തില് നിന്റെ കൂടെ നിൽക്കാൻ എനിക്ക് സാധിക്കില്ല കവിതേ. വല്യച്ചി, ഈ പ്രശ്നത്തിന് 2 വശമാണുള്ളത്. അമ്മൂനെ കൊടുക്കാൻ നീ ശ്രമിച്ചപ്പോ കമ്പനിക്ക് വീഴ്ച സംഭവിച്ചിരിക്കെ സഞ്ജു അനുഭവിക്കുന്ന ടെൻഷൻ അതാ. നീ കാണിച്ചത് ശരിക്കും പറഞ്ഞ എലിയെ കൊല്ലാൻ ഇല്ലം ചുട്ടതുപോലെയായി. നീ ഇതിനെപ്പറ്റി എന്നോടൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ നിന്നെ ഒരിക്കലും ഞാൻ ഇതിനെ സമ്മതിക്കില്ലായിരുന്നു. അതിന്റെ ഭവിഷ്യത്തെ നിനക്ക് പറഞ്ഞു തരുമായിരുന്നു ഞാൻ. നിന്റെ പല പ്രവർത്തികളും എടുത്തുചാട്ടമായിട്ട് തോന്നുക. നിനക്ക് ഇത്രയ്ക്ക് കാര്യഗൗരവം ഇല്ലാതായി പോയല്ലോ കവിതേ. കവിത ചിന്തിക്കുന്നതിന്റെ അയലത്തൊന്നും സ്വയം കാര്യശേഷിയുള്ളവളെന്ന് അഹങ്കരിക്കുന്ന കാഞ്ചന വരില്ല. കവിതേ, നിന്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ എനിക്കറിയാം. നിനക്കത് സഞ്ജുവിനെ ഏൽപ്പിക്കാൻ നിന്റെ അഭിമാനം അനുവദിക്കുന്നില്ലേ? ശരിയാ, അത് വേണ്ട. അതിൽ ചെക്കുകളുണ്ടോ നോക്കു മോനെ. ഒരു കോടിയുടെ മുഴുവൻ ചെക്കുകളും ഉണ്ട്. ഇതെങ്ങനെ നിന്റെ റൂമിലിടുന്ന ഫയലിൽ വന്നു? അല്ല, ഈ ഫയലിലെ ചെക്കുകൾ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ റൂം പരിശോധിക്കാൻ വേണ്ടി ഞാൻ നിങ്ങളോട് പറയോ? ഇത് പുറത്ത് കാണാവുന്ന വിധം റൂമിലിരുന്ന ഫയലാണ്. ഞാൻ അത്ര മണ്ടിയാണെന്നാണോ നിങ്ങൾ കരുതുന്നത്? ഇത് ചെയ്തത് ഇവള് തന്നെയാ. എന്നിട്ട് ഇവളിത് പറഞ്ഞോ? എന്നെ നാണം കെടുത്താനല്ലേ ഇവള് ശ്രമിച്ചത്? ഇളയമ്മ വല്ലാതങ്ങ് ന്യായീകരിച്ച് ക്ഷീണിക്കല്ലേ. ഞാൻ പറഞ്ഞത് എന്തായി? ഇളയമ്മ മാത്രമല്ല, ഞങ്ങൾ എല്ലാരും അരിയാഹാരം തന്നെയാ കഴിക്കുന്നത്. നിന്നോടതെടുത്ത് കൊടുക്കാൻ ഞാൻ പറഞ്ഞതല്ലേ? ഇങ്ങനെ നാണം കടന്നുമായിരുന്നു. ഞാൻ പറഞ്ഞത് ആരും വിശ്വസിക്കുന്നില്ലെങ്കിൽ ഇനി ഞാൻ ഈ വീട്ടിൽ നിൽക്കുന്നില്ല. അതെ ഇളയമ്മയുടെ തീരുമാനം. പക്ഷേ
ചെക്കുകൾ ഇളയമ്മയുടെ കസ്റ്റഡിയിൽ നിന്ന് കിട്ടിയാല് ഒരു വെല്ലുവിളി നടത്തിയിട്ടുണ്ടായിരുന്നു. ഇളയമ്മ ആ വെല്ലുവിളി മറന്നിട്ടില്ലല്ലോ. കവിത അമ്മുന്റെ കാല് പിടിച്ച് മാപ്പ് പറയുന്നതാണെന്ന്. എന്നാ പിന്നെ ചടങ്ങങ്ങ് നടത്താം. നിനക്കങ്ങനെ നോക്കാൻ കഴിഞ്ഞത് ഭാഗ്യമായി കാവേരി. നഷ്ടപ്പെട്ടൊന്ന് കരുതിയത് തിരിച്ചു കിട്ടിയല്ലോ. ചെക്കുകൾ എങ്ങനെ ഡസ്റ്റ്ബിന്നിൽ വന്നെന്ന ചോദ്യം ബാക്കിയായി. ഓ, അതിൽ ഇനി എന്താ സംശയം? ഒന്നെങ്കിൽ ഇവളത് മനപ്പുറം എടുത്തിട്ട് കാണും, അല്ലെങ്കിൽ അമ്മ പറഞ്ഞതുപോലെ പറന്നു വീണ് കാണും. അവള് നോക്കിയില്ലെന്ന് പറഞ്ഞതാണല്ലോ. അമ്മു റൂമിൽ വെച്ച് തന്നെ അത് വിശദമായി പരിശോധിച്ചതാണല്ലോ. ഞാനും സഞ്ജുവും ഇതിന്റെ പേരിൽ വഴക്കിട്ട് പിണങ്ങുമെന്ന് പേടിച്ചിട്ടാ അമ്മു കുറ്റേറ്റത്. അത് നിങ്ങളോടൊക്കെ അവൾ ആദ്യമേ പറഞ്ഞല്ലോ. അതാണ് സത്യം. പിന്നെ എങ്ങനെ ചെക്ക് അതിൽ കിടന്നു? അവള് കള്ളം പറയുന്നതാണെങ്കിലോ? റൂമിൽ നിന്നും അമ്മു ഡസ്റ്റ്ബിൻ എടുത്ത് പുറത്തു കൊണ്ടുവച്ചിട്ടാ റൂം ക്ലീൻ ചെയ്തത്. ചെക്ക് വെച്ച കവറ് ആർക്കായാലും ആ സമയം അതിൽ കൊണ്ടിട്ടൂടെ? അതിപ്പോ ഞാൻ കൊണ്ടിട്ടുന്നല്ലേ ശ്രീകുട്ടി പറഞ്ഞു വരുന്നേ? ചെക്കുകൾ കൈവശമുള്ളത് ഇളയമ്മയുടെ കയ്യിലല്ലേ, പിന്നെ ആര് കൊണ്ടിടാനാ? വല്യേച്ചി, എത്ര മോശമായിട്ടാ ഇവൾ എന്നോട് പെരുമാറുന്നേ. കവിത ഒരിക്കലും ചെക്കുകൾ കത്തിച്ചു കളയാൻ തയ്യാറാവില്ല. ഞാനങ്ങനെ വിശ്വസിക്കില്ല. കമ്പനിയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവാത്ത ആളാ കവിത. ഇനി ഒരു വിസ്താരോ വിചാരണയോ ഒന്നും വേണ്ട അച്ഛാ. അച്ഛൻ ഇതൊന്ന് അവസാനിപ്പിക്കേ. കവിതയുടെ സേവ പിടിച്ചു പറ്റാൻ കിട്ടിയ ചാൻസാ. ഇത് മുതലാക്കിയ ഉദ്ദേശിച്ചത് നടക്കും. അങ്ങനെ അങ്ങ് പറഞ്ഞാൽ എങ്ങനെയാ? ഒരു സർവന്റിന് വേണ്ടി കവിതയെ അപമാനിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇവളെ അത് നോക്കിയെന്ന് പറഞ്ഞത് വെറും നുണയാ. രക്ഷപ്പെടാൻ ഇവിടെ പോലുള്ളവര് ഇങ്ങനെ പലതും പറയും. കവിത 1 കോടിയുടെ ചെക്ക് എത്തിക്കാൻ കൂട്ടുനിന്നിട്ട് എന്ത് നേട്ടം? കമ്പനിക്ക് നഷ്ടം വരുത്തി വയ്ക്കാനോ? ഇനി ഈ സർവന്റിനെ ഈ വീട്ടിൽ വെച്ചോണ്ടിരിക്കാൻ പാടില്ല. ഇപ്പൊ പറഞ്ഞു കൊടുക്കണം. സെർവന്റോ? ആര്? അമ്മോ? അവൾ ഈ വീട്ടിൽ ആരുടെ സെർവന്റ് ഒന്നുമല്ല. ദിനേശൻ അങ്കിൾ അമ്മുവിനെ കുറിച്ച് സംസാരിക്കുന്നത് സൂക്ഷിച്ചു വേണം. ഈ വീട്ടില് ഇവൾക്കൊരു വിലയുണ്ട്. സഞ്ജുവിനെ പ്രതികരിക്കാൻ തോന്നിയതിന് നന്ദി. അമ്മു ഡസ്റ്റ്ബിൻ നോക്കിയോ ഇല്ലയോ എന്നതിന് തെളിവില്ല. കവിത അപ്പച്ചി ചെക്കുകൾ കൊണ്ടിട്ടതാണോ എന്നതിനും തെളിവില്ല. ചെക്കുകൾ തിരികെ കിട്ടിയെങ്കിലും നീ തന്നെയാടി ഇപ്പോഴും കുറ്റക്കാരി. പിന്നെ ശ്രീകുട്ടിയെ ഓർത്ത് സഞ്ജു പ്രശ്നം ഒതുക്കി കളഞ്ഞതാ. അതുകൊണ്ട് നീ രക്ഷപ്പെട്ടു. തെറ്റുകാരി ഞാനാണോ നിങ്ങളാണോ എന്ന് അറിയേണ്ടവർക്കെല്ലാം മനസ്സിലായിട്ടുണ്ട്. എന്ത് മനസ്സിലായെന്നടി? എന്തിനാ കവിതേച്ചി അതിനെക്കുറിച്ച് സംസാരിക്കുന്നത്? റൂമിൽ വെച്ച് ഞാൻ നോക്കുന്ന അറിയാവുന്നത് കൊണ്ടാ ഡസ്റ്റ്ബിൻ പുറത്ത് വെക്കുന്നതും കാത്ത് കവിതയെ ചൊളിച്ചു നിന്നത്. അങ്ങനെ ഒരു തരംതണ കളിക്ക് നിങ്ങൾ ശ്രമിക്കുമെന്ന് ഞാൻ കരുതിയില്ല. ദീപ്, കാവേരി വന്നതേ നിന്റെ നല്ല സമയം. കാവേരി ചേച്ചി അത് കണ്ടില്ലെങ്കിലും അത് കത്തിക്കുന്നതിന് മുമ്പ് ദൈവം എന്റെ കൺമുന്നിൽ അത് കൊണ്ടുവന്നേനെ. ഓ, നിനക്ക് മാത്രല്ലേടി ദൈവമുള്ളൂ, ബാക്കി ആർക്കും ദൈവം ഇല്ലല്ലോ. ദൈവത്തിന്റെ വക്കാലത്തായിട്ട് വന്നിരിക്കുന്നു. ആരെയും ദ്രോഹിക്കണമെന്ന് ആഗ്രഹിക്കാത്തതുകൊണ്ടാ ഞാൻ ദൈവത്തെ കൂട്ടുപിടിക്കുന്നത്. അതിന് എനിക്ക് അർഹതയുണ്ട്. കവിതേച്ച് വാദിക്കുന്നത് കേട്ടല്ലോ, കമ്പനിക്ക് നഷ്ടം വരുന്നതൊന്നും ചെയ്യില്ലെന്ന്. എന്നിട്ട് ചെയ്തതോ? കമ്പനി എനിക്ക് വലുത് തന്നെ അടി. അതിന്റെ ഒരു ശീല അടർത്തി മാറ്റാൻ ഞാൻ ആരെ സമ്മതിക്കില്ല. ഞങ്ങളുടെ കമ്പനിയെ പറ്റി പറയാൻ അടുക്കളക്കാരിയായി നിനക്ക് എന്ത് അവകാശം അടിയുള്ളത്? സഞ്ജു കെട്ടിയ പെണ്ണൊന്നും അല്ലല്ലോ നീ. അതേ മനുഷ്യൻ താലി കെട്ടിയ പെണ്ണ് തന്നെയാ ഞാൻ.
എന്റെ സീമന്തരേഖയിൽ ഈ കാണുന്ന സിന്ദൂരം തൊട്ടു തന്നതും ആ മനുഷ്യൻ തന്നെയാ. എടി, ആ ചെക്കുകൾ നഷ്ടപ്പെട്ടാലും കമ്പനിക്ക് ഒരു കുഴപ്പമില്ല. വീണ്ടും ചെക്ക് വാങ്ങി ഞങ്ങളെ പ്രോജക്റ്റ് അങ്ങ് ചെയ്യും. കവിതേച്ചി സമ്മതിച്ചു തന്നതിന് നന്ദി. ചെക്കുകൾ കൊണ്ടുവച്ചത് ഏറ്റല്ലോ. എടി, നിന്നെ കൊടുക്കാൻ 1 കോടിയല്ല 100 കോടി വെച്ച് കളിക്കാനും ഞാൻ മടിക്കില്ല. നീ കാത്തിരുന്നോ. സച്ചിയുടെ റാണിയായി നീ അവന്റെ കൊട്ടാരത്തിലേക്ക് പോവില്ല. നിനക്ക് ആ ഭാഗ്യം ഉണ്ടാവില്ല. കവിതയാ പറയുന്ന. കവിതേച്ചി, കാര്യങ്ങൾ ഇപ്പോഴാ കൂടുതൽ വ്യക്തമായത്. ആ പ്രൊജക്ട് ഏറ്റെടുക്കാൻ അദ്ദേഹത്തിന് താല്പര്യമില്ലായിരുന്നു. ചെക്കുകൾ കത്തിപ്പോയതിൽ അദ്ദേഹം അത്രയും വിഷമിക്കാൻ കാരണം അതാണ്. എന്നാൽ കവിത ചേച്ചിക്ക് ആ പ്രൊജക്ട് ഏറ്റെടുക്കണം. സത്യത്തിൽ അതല്ലേ നടന്നത്? അതിൽ എന്നെ നിങ്ങൾ കുരുക്കി. ഇതൊന്നും മനസ്സിലാക്കാൻ ഇവിടെയുള്ളവർക്ക് കഴിഞ്ഞൊന്നു വരില്ല. പക്ഷേ എനിക്കത് മനസ്സിലാക്കാനാവും. കവിതേച്ചി എന്തൊക്കെ ചെയ്താലും അദ്ദേഹത്തിന് ദോഷം വരുന്നതൊന്നും ദൈവം ചെയ്യില്ല. അവിടെ ചേച്ചിയുടെ ആളുടെ ഒരു കൂട്ടുകാരൻ കൂടിയുണ്ട്. ഞാനൊരു ഏട്ടനെ പോലെ അയാളെ കണ്ടത്. പക്ഷേ കൂട്ടുകാരൻ എന്നെ കണ്ടത് അങ്ങനെയല്ല. എന്റെ ഇപ്പോഴത്തെ പ്രശ്നം അതാ. എന്താ? എന്നെ ഒരാള് വിവാഹം കഴിച്ചതാണെന്ന് അറിഞ്ഞിട്ടും കൂട്ടുകാരന് ഞാൻ അറിയാതെ എന്നോട് ഇഷ്ടമുണ്ടായി. എന്നെ മാത്രമേ വിവാഹം കഴിക്കുന്നുള്ള വാശിയില്ല ആ മനുഷ്യൻ. അയാള് വലിയ പണക്കാരനാണോ? അതെ, കോടീശ്വരനെന്നൊക്കെ കേൾക്കുന്നേ. അവരൊക്കെ മറ്റൊരു രീതിയിൽ ജീവിക്കുന്നവരാ മോളെ. അമ്മോ, അതൊന്നും കേട്ട് വലയിൽ വീഴരുത് കേട്ടോ. കാര്യം സാധിക്കാൻ അങ്ങനെ പലതും പറയും. അയ്യോ, ഇത് അങ്ങനെയൊന്നും അല്ല സിസ്റ്ററെ. ആ മനുഷ്യൻ ആത്മാർത്ഥമായിട്ട് പറയുന്നതാ. ഞാൻ പരിചയപ്പെട്ടതിൽ ഏറ്റവും നല്ല മനുഷ്യരിൽ ഒരാളായാൾ. ഈ ആഗ്രഹം അയാൾ ചേച്ചിയോടും ചേച്ചിയുടെ ആളോടും പറഞ്ഞിരുന്നു. ആ വീട്ടിലെല്ലാവരും എന്നെ വിവാഹത്തിന് നിർബന്ധിക്കുക. അല്ല, സ്വാതി അതിനെ അനുകൂലിക്കുന്നുണ്ടോ? ചേച്ചിയാ ഏറ്റവും കൂടുതൽ താല്പര്യം കാണിക്കുന്നത്. നിനക്കെന്തെങ്കിലും ദോഷം വരാൻ സ്വാതി ഒരിക്കലും കൂട്ടു നിൽക്കില്ല. നിന്റെ ഭർത്താവിനെ പറ്റി നീ പറഞ്ഞത് വെച്ച് നോക്കുമ്പോ അയാൾ ഒരിക്കലും നിന്നെ തേടി വരില്ല. ഞാൻ വന്നത് എനിക്ക് ആ ബന്ധത്തിൽ നിന്ന് രക്ഷപ്പെടാനാ. സിസ്റ്റർ കൂടി എന്നെ അതിന് നിർബന്ധിക്കരുത്. ഞാൻ അയാളെ സ്വീകരിക്കാൻ തയ്യാറായില്ലെങ്കിൽ ചേച്ചിയും വിവാഹം കഴിക്കില്ലെന്ന് പറഞ്ഞു. അതും പറഞ്ഞെന്നെ വിവാഹത്തിന് സമ്മതം മൂളിപ്പിച്ചു. പക്ഷെ ഇനിയൊരു വിവാഹത്തിന് ഞാൻ തയ്യാറല്ല സിസ്റ്റർ. എന്റെ ജീവൻ രക്ഷിച്ച സിസ്റ്ററിന്റെ കൈ പിടിച്ച് സത്യം ചെയ്യുക. എന്റെ കഴുത്തിലെ താലി ഞാൻ അഴിക്കില്ല. അവിടെ മറ്റൊരാളിന്റെ താലി വീഴുകയില്ല. സിസ്റ്റർ എന്നെ മനസ്സിലാക്കാൻ വേണ്ടി ഞാനിത് പറയുന്നത്. അമ്മൂനത് സ്വാതിയോടും അയാളോടും പറഞ്ഞൂടായിരുന്നോ? ഞാൻ പറഞ്ഞില്ലെന്നാണോ സിസ്റ്റർ കരുതുന്നേ? എന്റെ നേരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമ്മർദ്ദങ്ങള് ഞാൻ പറഞ്ഞാ തീരില്ല സിസ്റ്റർ. അദ്ദേഹം ഇപ്പോ മുംബൈ പോയിരിക്ക. തിരിച്ചു വന്ന വിവാഹകാര്യം വീണ്ടും ചർച്ചയാവും. പ്രകാശേട്ടൻ മടങ്ങി വരുന്നത് വരെ കാത്തിരിക്കാൻ എനിക്കാവില്ല സിസ്റ്ററെ. അയാൾ മുംബൈയിൽ നിന്ന് തിരിച്ചെത്തുന്നതിന് മുന്നേ എനിക്ക് അവിടെ നിന്ന് ഇറങ്ങണം. സിസ്റ്റർ എന്നെ ഒന്ന് സഹായിക്കേ. അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും കടുങ്കൈ ചെയ്യേണ്ടി വരും. അതെ, ഇന്നലെ ഡോക്ടർ ഹേമലത മാഡം അവരുടെ അമ്മയെ നോക്കാൻ ഒരു ഹോം നേഴ്സിനെ വെക്കുന്ന കാര്യം പറയുന്നത് കേട്ടു. സിസ്റ്റർ, എന്തു പറ്റി? കണ്ണു തുറക്ക് സിസ്റ്റർ. കണ്ണു തുറക്ക് സിസ്റ്റർ. സിസ്റ്റർ, ഈശ്വര, കൈയൊക്കെ തണുത്തിരിക്കുന്നല്ലോ. ഞാനിനി എന്ത് ചെയ്യും? സിസ്റ്റർ, ചേച്ചി ഒന്ന് ഓടി വരുമോ? എന്താ മോളെ, എന്തു പറ്റി? സുരഭി സിസ്റ്റർ അറിയില്ലേ? അറിയാം. എന്തു പറ്റി? സുരഭി സിസ്റ്റർ വീടിനകത്ത് ബോധമില്ലാതെ കിടക്കോ. ആണോ? കുട്ടി ഇവിടെ കണ്ടിട്ടില്ലല്ലോ. കുട്ടി ഏതാ? സിസ്റ്റർ എന്നെ ഫോണിൽ വിളിച്ചിരുന്നു. ഓ,
കുറെ നേരമായിട്ട് ഒന്നും പറയാതിരുന്നപ്പോഴാ ഞാൻ ഇങ്ങോട്ട് ഓടി വന്നത്. കുട്ടി ഒരു വണ്ടി വിളിക്ക്, ഞാൻ അങ്ങോട്ട് പോവാം. നിർത്ത്. എങ്ങോട്ടാ? ചേട്ടാ, സുരഭി സിസ്റ്റർ തല ചുറ്റി വീണ് കിടക്കാം. ആ, ശരി. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ഒന്ന് വരൂ. ആ, വേഗം കൊണ്ടു. സുരഭി മോളെ, മോളെ, മോളെ എണീക്ക്. ചേച്ചി, ഓട്ടോ വന്നിട്ടുണ്ട്. ഒന്ന് പിടിക്ക് ചേച്ചി, പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കണം. സുരഭിയുടെ കൂടെ വന്നതാരാ? സുരഭി സിസ്റ്ററെ കൊണ്ടുവന്നത് ഞാനാ. പേഷ്യന്റ് നേഴ്സാണോ? അതെ, സിറ്റി ഹോസ്പിറ്റലിലെ നേഴ്സാ. അതാരും പറഞ്ഞില്ല. തിരക്കിനിടയില് പറയാൻ കഴിഞ്ഞില്ല. സിസ്റ്റർക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? ഒരു വിവരവും കിട്ടാതെ വിഷമിച്ച് നിൽക്കാൻ ഞാൻ. ഇനി പേടിക്കാനൊന്നുമില്ല. ശരീരത്തിൽ ബ്ലഡ് കുറവാ. BP കുറഞ്ഞു പോയതാ തളർന്നു വീഴാൻ കാരണം. പിന്നെ പേഷ്യന്റിന്റെ അവസ്ഥ ഇപ്പൊ അതല്ലേ. പേഷ്യന്റിന്റെ ബന്ധുവാണോ? അല്ല, ഞാൻ പരിചയക്കാരിയാ. പേഷ്യന്റിന്റെ ഹസ്ബൻഡ് എവിടെ? അദ്ദേഹം സ്ഥലത്തില്ല. ഓ, ഹോസ്പിറ്റലിൽ എത്തിക്കാൻ എന്താ ഇത്ര ലേറ്റ് ആയത്? അത് ഞാൻ സിസ്റ്ററെ കാണാൻ വീട്ടിൽ ചെന്നപ്പോ താഴെ വീണ് കിടക്കുന്നതാ കണ്ടത്. എന്തായാലും ഭാഗ്യമുള്ള അമ്മയും കുഞ്ഞുവാ. കുട്ടിക്ക് ആ സമയത്ത് അങ്ങോട്ട് പോകാൻ തോന്നിയതുകൊണ്ട് 2 ജീവനുകളാ രക്ഷപ്പെട്ടത്. 2 ജീവനോ? അതെ, സുരഭി പ്രഗ്നന്റാ. സത്യമാണോ സിസ്റ്റർ? അതെ. ഞാൻ കരുതി നിങ്ങൾ നേരത്തെ അറിഞ്ഞു കാണുമെന്ന്. സുരഭി സിസ്റ്റർ എന്നോട് പറഞ്ഞിരുന്നില്ല. എനിക്കൊന്ന് കാണാൻ പറ്റുമോ? കുറച്ചു കഴിഞ്ഞ് ഒബ്സർവേഷൻ വാർഡിലേക്ക് മാറ്റും. അപ്പൊ കുട്ടിക്ക് കാണാം. ശരി സിസ്റ്റർ. സന്തോഷമുള്ള വാർത്തയാ കേട്ടത്. ഇനി ഒരു ദോഷവും വരാതെ സിസ്റ്ററും കുഞ്ഞിനും കാക്കണേ ദേവി. ഇവിടെ വന്നിട്ടാ അറിഞ്ഞത്. അമ്മൂനെ അവിടെ കൊണ്ടെത്തിച്ചത് ദൈവോ. അല്ലായിരുന്നെങ്കിൽ ഈ സന്തോഷം അനുഭവിക്കാൻ ഞാനുണ്ടാവില്ലായിരുന്നു. പലപ്പോഴും ഫോണിന്റെ മുറിയിലായിരിക്കാറ്. ഞാനെന്തിനോ റൂമിൽ കയറി വന്നപ്പോഴാ സിസ്റ്ററിന്റെ കോള് വന്നത്. അതും ദൈവാനുഗ്രഹായി. അതെ അമ്മു. പ്രകാശൻ ചേട്ടനെ അമ്മയും വിളിച്ച് വിവരം പറയണ്ടേ? അറിയിക്കണം. അമ്മു, ആ ഫോൺ എന്നതാ? അയ്യോ, സിസ്റ്ററെ കൊണ്ടുവരുന്ന തിരക്കില് ഞാൻ ഫോണും പേഴ്സും സിസ്റ്ററിന്റെ വീട്ടിൽ വെച്ച് മറന്നു. അതിവിടെ വന്നിട്ടാ ഞാൻ ഓർത്തത്. വീട്ടിൽ വിളിച്ച് വിവരം പറയാനും കഴിഞ്ഞില്ല. സിസ്റ്ററിന്റെ കയ്യിൽ നിന്ന് അമ്മുവിന് പോകാനുള്ള രൂപ ഞാൻ വാങ്ങിത്തരാം. സന്ധ്യ ആവാറായില്ലേ, ഇനി അമ്മ പൊക്കോളൂ. പിന്നെ പോകുന്ന വഴിക്ക് എന്റെ വീട്ടിൽ കയറി പേഴ്സും ഫോണും എടുത്താ മതി. വീട് പൂട്ടി ചാവി അടുത്തുള്ള ഓണറുടെ കയ്യിൽ കൊടുത്തിട്ട് വേണം പോവാൻ. സിസ്റ്ററെ തനിച്ചാക്കി ഞാൻ പോവാനോ? സിസ്റ്റർ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലായിരുന്നെങ്കിൽ സമാധാനം ഉണ്ടായിരുന്നു. നാളെ സിസ്റ്ററിന്റെ അമ്മ വന്നിട്ടേ ഞാൻ പോകുന്നുള്ളൂ. അയ്യോ, അമ്മ നിൽക്കുന്ന വീട്ടുകാര് എന്ത് കരുതും? ഞാൻ ചേച്ചി വിളിച്ച് വിവരം പറയാം. ഇതെവിടുന്നാ? എല്ലാം ഇവിടുത്തെ സിസ്റ്റർമാര് സംഘടിപ്പിച്ച് തന്നതാ. ഒരു പേഷ്യന്റിനെയും കൊണ്ടുവരുമ്പോ കയ്യില് വല്ലതും കരുതണമെന്ന് അമ്മൂന് അറിയില്ലേ? ഹോസ്പിറ്റലുകളെല്ലാം നഴ്സുമാർക്കുള്ളതല്ലേ. കണ്ടില്ലേ, സിസ്റ്ററെ സഹായിക്കാൻ എത്ര പേരാ വന്നിട്ട് പോയത്. അത് വേണ്ട, കയ്യിലെല്ലാം സൂചി തറച്ചു വെച്ചിരിക്കല്ലേ, ഞാൻ കോരിത്തരാം. സിസ്റ്റർ ഇപ്പൊ എന്താ ചിന്തിച്ചെന്ന് ഞാൻ പറയട്ടെ. അന്ന് ഞാനിവളെ രക്ഷിച്ചതുകൊണ്ട് ഇന്നിവളെ എന്റെ മുന്നിൽ ഇരിക്കുന്നു എന്നല്ലേ ഞാൻ ചിന്തിച്ചത്. ആരോരുമില്ലാത്ത എനിക്ക് ഇതുപോലെ സിസ്റ്റർ കഞ്ഞി കോരി തന്നതാ. ഒരിക്കലും മറക്കാൻ കഴിയാത്ത നിമിഷം അത്. അമ്മു എന്നോടുള്ള കടങ്ങള് തീർക്കുകയാണല്ലേ? അതൊരിക്കലും എനിക്ക് തീർത്തു കളയാൻ പറ്റുന്നതല്ല സിസ്റ്റർ. അതിനേക്കാൾ അമ്മുവിനോട് ശരിക്കും കടപ്പെട്ടിരിക്കുന്നത് ഞാന്. ഞാൻ അമ്മുവിന്റെ ജീവന് തുണയായി. അമ്മു 2 ജീവനാ പകരം തന്നത്. ഇതേ ഇനി എപ്പോഴും പറയണ്ടേ. പ്രകാശേട്ടനെ വിളിച്ചോ? അമ്മയോടും പ്രകാശേട്ടനോടും ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല. വിശേഷം ഉണ്ടെന്നേ പറഞ്ഞുള്ളൂ. വീണ കാര്യം പറഞ്ഞ പ്രകാശേട്ടന്റെ മുഴുവൻ സമാധാനവും നഷ്ടപ്പെടും. മടങ്ങി വരാൻ പറ്റത്തുമില്ല.
ടെൻഷൻ അനുഭവിക്കുകയും വേണം. അപ്പോ വന്നിട്ട് പറയുന്നല്ലേ നല്ലത്. അതെന്നെ ശരി. മതി അമ്മു. അമ്മൂന് കഴിക്കാൻ എന്താ വാങ്ങിയത്? ബാക്കി കഞ്ഞി പാത്രത്തിൽ ഇരിപ്പുണ്ട്. മിക്കവാറും ദിവസം രാത്രിയിലൊന്നും കഴിക്കാറില്ല. ഉപവാസമൊക്കെ ആയിരിക്കും. ആർക്കു വേണ്ടിയ ഉപവാസമൊക്കെ? അമ്മൂന് വേണ്ടി തന്നെയാണോ? അല്ല, എന്നോട് സ്നേഹം കാണിക്കുന്നവർക്ക് വേണ്ടിയാ. അതില് സിസ്റ്ററും ഉണ്ട്. വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു. ഫോണിൽ കിട്ടാതെ വരുമ്പോ ഞാനെന്തോ വലിയ തിരക്കിലാണെന്ന് എല്ലാരും കരുതിയേനെ. തിയേറ്റർ ഡ്യൂട്ടി ആയിരുന്നു എനിക്ക്. തറവാട്ടിൽ പോയ അമ്മ രാവിലെ മടങ്ങി വരുമ്പോഴേ എന്നെ കാണുള്ളായിരുന്നു. 6 വർഷം കാത്തിരുന്നതാ ഒരു കുഞ്ഞിക്കാല് കാണാൻ. എന്നെ അമ്മ വന്ന് രക്ഷിച്ചു. അവളെ കാണിച്ചു തന്ന ആ നിമിഷത്തിന് ദൈവത്തോട് ഞാൻ നന്ദി പറയൂ. എനിക്ക് അമ്മ ദൈവത്തിന്റെ മാലാഖയല്ലാതെ പിന്നെ ആരാ? സിസ്റ്റർ വീണു എടുക്കുമായിരുന്നോ? BP കുറഞ്ഞതാ പ്രധാന കാരണം. വീഴൂന്നായപ്പോ ഞാൻ നിലത്തിരുന്നു. അമ്മൂന് അങ്ങനെ ഒരു സിദ്ധി ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആരാപത്തിപ്പെട്ടാലും കൈത്തങ്ങ എവള് ഓടി വരും. നിങ്ങളെല്ലാം സഹായിക്കാനും സ്നേഹിക്കാനും മനസ്സുള്ളവരാ. അങ്ങനെയുള്ളവരുടെ അടുത്ത് അമ്മ വന്ന് എത്തിയതാ ഏറ്റവും വലിയ സന്തോഷം. അല്ല, സിസ്റ്ററിന്റെ ഹസ്ബൻഡ് എന്താ ജോലി? ഒരു കമ്പനിയിലെ മാർക്കറ്റിംഗ് മാനേജരാ. ഞാൻ സന്തോഷ വാർത്ത വിളിച്ച് അറിയിച്ചിട്ടുണ്ട്. വിശ്വസ് പറയാനും മധുരം തരാനും വന്നത് ഞങ്ങളാ. ഇതിൽ അമ്മൂന് ഐസ്ക്രീമും സിസ്റ്ററിന് വേണ്ടി വാങ്ങിയ കേക്കും ഉണ്ട്. ഇത് നാളെ മുറിച്ച് ആഘോഷിക്കണം. ഇപ്പൊ നേരെ ഒരുപാടായില്ലേ? ഇത് സിസ്റ്റർക്ക് എന്റെ വക മധുരം. മൈ ബെസ്റ്റ് വിഷസ് ടു മദർ ആൻഡ് ബേബി. താങ്ക് യു സർ. എന്ന് നമുക്ക് ഇറങ്ങിയാലോ? അമ്മു, നാളെ ഞങ്ങൾ ബാംഗ്ലൂര് പോവും. നീ രാവിലെ എത്തണം. നീ വരാതെ ഞാൻ പോവില്ല. രാവിലെ തന്നെ ഞാൻ അമ്മൂനെ അയക്കാം. എന്നാ രാത്രി യാത്ര പറയുന്നില്ല. നമുക്ക് വീണ്ടും കാണാം സിസ്റ്റർ. ഈ വിഷയം സംസാരിച്ച് വഷളാക്കാതിരിക്കുന്നതാ എല്ലാവർക്കും നല്ലത്. സഞ്ജുവും ശ്രീകുട്ടിയും ആദ്യമായിട്ടല്ല ബാംഗ്ലൂർക്ക് പോകുന്നതെന്ന് ഞാൻ പറഞ്ഞതാണല്ലോ. അല്ല, അച്ഛൻ ആർക്ക് വേണ്ടി ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? അവർ പഴയ ഫ്രണ്ട്സ് ഒത്തുകൂടുന്നതിൽ നിങ്ങൾക്കെന്താ പ്രശ്നം? വല്യേച്ചി അത് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ അവരാ പ്രോഗ്രാം വേണ്ടെന്ന് വെക്കല്ലേ ചെയ്യേണ്ടത്. കേട്ടിട്ട് അത്ര സുഖമുള്ള പരിപാടിയൊന്നും അല്ല. ഒന്നുമില്ലാതെ വല്യേച്ചി അത് വേണ്ടെന്ന് വെക്കില്ലല്ലോ. ദിനേശനെതിരാ മറ്റുള്ളവരുടെ ഇഷ്ടക്കേടി സമ്പാദിക്കുന്നത്. അവര് പോവാതിരിക്കോ എന്താന്ന് വെച്ച് ചെയ്യട്ടെ. അതെന്ത് പറച്ചില്ല കാവേരി? ദിനേശിന് പറയാൻ അനുവാദമില്ലേ? ഇവിടത്തെ ഒരു കാര്യത്തിനും ഞാൻ മിണ്ടിക്കൂടുന്ന ഇവളുടെ ഉത്തരവ്. ഞാൻ പറഞ്ഞ അതിവിടെ പലർക്കും കൊള്ളും. അതിവൾക്ക് നന്നായിട്ട് അറിയുകയും ചെയ്യാം. ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് ദിനേശിന് അനാവശ്യം പറയല്ലേ. ഞാനിത് ശ്രീകുട്ടിയോട് ചോദിച്ചതാ. അവൾ എന്നോട് പറഞ്ഞ മറുപടി വിവാഹത്തിന് അവള് വലിയ വില കൽപ്പിക്കുന്നെന്നാ. വിവാഹം കഴിഞ്ഞൊന്ന് വിശ്വസിക്കുന്നവർ തന്നെയാ അവരെ ഒന്നിച്ചു വിടാൻ താല്പര്യം കാണിക്കുന്നത്. സഞ്ജു ശ്രീകുട്ടി ഒന്നിച്ചു ബാംഗ്ലൂർ എത്തിയാൽ ആ വിവരം ഈ നാട്ടിൽ പലരും അറിയും. അത് വലിയ നാണക്കേടിന് ഇടവരുത്തുകയും ചെയ്യും. ഇത്തരം നിസാപാർട്ടികളെ പറ്റി എനിക്കറിയാത്തതാണോ? കല്യാണം കഴിഞ്ഞിട്ട് അവർ എന്തോ ആയിക്കോട്ടെ, എനിക്ക് അത്രേ പറയാനുള്ളൂ. പാടി കാവേരി, നീ വാ, എനിക്ക് ഉറക്കം വരുന്നു. അതെ, വല്യേച്ചി സഞ്ജുവിനോട് തുറന്നു പറ. സഞ്ജു പിന്മാറിയാൽ ശ്രീകുട്ടി അടങ്ങും. അതേ ഇപ്പൊ പോംവഴിയുള്ളൂ. അവര് രാത്രി കഴിയുന്നത് വരെ ഒരു റൂമിലായിരിക്കും. ഒരു വീട്ടിൽ നിന്ന് പോകുന്നവരെന്തിന് 2 റൂം എടുക്കണം? വല്യേച്ചിയോട് ഞാനൊരു കാര്യം പറയാം. വല്യേച്ചിയുടെ വാക്കിന് സഞ്ജു വില തരില്ല. ടിക്കറ്റ് വരെ ഓക്കെ ആക്കി കഴിഞ്ഞു. വല്യേച്ചി സ്വയം വില കളയുന്ന ഒന്നിനും പോവരുത്. അവര് പോയിട്ട് വരട്ടെ എന്ന് കരുതുന്നതാ നല്ലത്.
അവള് പറഞ്ഞതിലും കാര്യമുണ്ട്. അതവൻ തള്ളിക്കളഞ്ഞ എനിക്കത് അപമാനം തന്നെ. എന്ത് പ്രശ്നം വന്നാലും കാവേരിയായ എല്ലാത്തിനും തടസ്സമായി നിൽക്കുന്നത്. അവർ തമ്മിൽ രജിസ്റ്റർ മാരേജ് കഴിഞ്ഞതാണെങ്കിൽ ഒന്നിച്ചു പോകുന്നതിൽ ഒരു പ്രശ്നം ഞാൻ കാണുന്നില്ല. ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് ദിനേശിന് അനാവശ്യം പറയല്ലേ. ഞാനത് ശ്രീകുട്ടിയോട് ചോദിച്ചതാ. നമുക്ക് ഇറങ്ങാൻ സ്വാതി. റോഡ് ബ്ലോക്കായി നമ്മൾ പെട്ടത് തന്നെ. അമ്മ വരാതെ എങ്ങനെ പോവാനാ സഞ്ജു? അവള് വരുന്നല്ലേ പറഞ്ഞത്. ആ സിസ്റ്ററിന്റെ അമ്മ വന്നിട്ടുണ്ടാവില്ല. അതാവും അമ്മ ലേറ്റ് ആവുന്നത്. അമ്മുവിനെ കാത്തു നിന്നാൽ നിങ്ങളുടെ യാത്ര മുടങ്ങും. ആ പെണ്ണ് ഇപ്പോഴൊന്നും വരാതിരുന്നെങ്കിൽ ഇവൾ എന്ത് ചെയ്യുന്നു കാണായിരുന്നു. എന്നാ അവളെ ഒന്ന് വിളിക്കുമോളെ. എവിടെ എത്തിയെന്ന് അറിയാലോ. അവളുടെ ഫോണ് സിസ്റ്ററിന്റെ വീട്ടിലല്ലേ ഇരിക്കുന്നത്. നാശം കൃത്യസമയത്തിന് വന്നു. അമ്മു, നീ എന്ത് വൈകിയത്? സിസ്റ്ററിന്റെ വീട്ടില് പേഴ്സും ഫോണും എടുക്കാൻ പോയതാ. നിന്നെ കാണാതെ പോവില്ലെന്ന് പറഞ്ഞ് നിന്നതാ ശ്രീകുട്ടി. എന്ന് ഞങ്ങള് പോയിട്ട് വരാം. പിന്നെ മറ്റന്നാള് സച്ചി വരും. അതിനു മുമ്പ് ഞങ്ങള് തിരിച്ചെത്തും. സ്വാതി പോവാം. ഇറങ്ങട്ടെ. ശരി. അതെന്താ നീ അങ്ങനെ പറഞ്ഞേ? ശ്രീകുട്ടിയുടെ യാത്ര മുടക്കാൻ ഇവളെ ഒരു അരമണിക്കൂർ തടഞ്ഞു വെച്ച പോരായിരുന്നു. ഫ്ലൈറ്റ് മിസ്സായ പിന്നെ യാത്ര വേണ്ടെന്ന് വെക്കില്ലേ? നീ അവിടെ നിക്ക്. ഇന്നലെ ഇവിടുന്ന് പോയിട്ട് ഇന്നലെ കയറി വരുന്നത്. രാത്രി നീ എവിടെയായിരുന്നെന്ന് ഈ വീട്ടിലുള്ളവർക്ക് അറിയണ്ടേ? ദിനേശൻ അവളെ ചോദ്യം ചെയ്യാൻ നിൽക്കണ്ട. അവൾ എവിടെയായിരുന്നു എന്ന് ഞങ്ങൾക്കറിയാം. സുരഭി സിസ്റ്റർക്ക് കൂട്ടായിട്ട് അമ്മ ഹോസ്പിറ്റലിൽ നിന്നതാ. സുരഭി സിസ്റ്ററോ? ഇവൾക്കാരാ അങ്ങനെ ഒരു ബന്ധു? അതൊക്കെ ഇവള് പറയുന്ന പേരും കള്ളങ്ങളാ. ഇവിടെ ആർക്കും അങ്ങനെ ഒരാളെ അറിയില്ല. കവിതേച്ചി അങ്ങനെ പറയരുത്. ശ്രീകുട്ടിക്ക് ആ സിസ്റ്ററെ അറിയാലോ. സഞ്ജു ശ്രീകുട്ടിയും ഹോസ്പിറ്റലിൽ പോയതായിരുന്നല്ലോ. നിനക്ക് എന്ത് ബന്ധു ആ സിസ്റ്ററായിട്ടുള്ളത്? ഞങ്ങളത് മനസ്സിലാക്കിയിരിക്കണമല്ലോ. ശരിയല്ലേ കവിതേ? എനിക്കും അതറിഞ്ഞാ കൊള്ളാന്നുണ്ട്. ഈ സിറ്റിയിൽ അവൾക്ക് ആകെയുള്ളൊരു സ്വന്തക്കാരിയല്ലേ. നീ ചെല്ലമ്മു. ഇതിനൊന്നും മറുപടി വരേണ്ട കാര്യം നിനക്കില്ല. അതെ, നീ പറഞ്ഞിട്ട് പോയാ മതി. ദിനേശൻ ചേട്ടന് സുരഭി സിസ്റ്റർ ആരാണെന്ന് അറിയണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. നമ്മള് പലരെയും പരിചയപ്പെടുന്നത് മറ്റൊരാൾ വഴിയല്ലേ. ഞാൻ ആദ്യമായിട്ട് സിറ്റിയിൽ വരുമ്പോ വിവാഹ സമയത്ത് ഞാൻ അണിഞ്ഞിരുന്ന ആഭരണങ്ങളും കുറെ പണവും എന്റെ ബാഗിലുണ്ടായിരുന്നു. കണ്ടാൽ മാനിനെ പോലെ ഇരിക്കുന്ന ഒരു പെരുങ്കള്ളൻ ചായക്കടയിൽ വെച്ച് എന്റെ ആഭരണത്തിൽ നോട്ടയിട്ടു. ഞാനവിടുന്ന് ഒരുവിധം രക്ഷപ്പെട്ടു. പക്ഷേ അയാൾ എന്നെ പിന്തുടർന്നു. ആളില്ലാത്തൊരു സ്ഥലത്തെത്തിയപ്പോ അയാൾ എന്റെ തലയ്ക്കടിച്ചു വീഴ്ത്തി ബാഗും എടുത്ത് കടന്നു കളഞ്ഞു. മഹാഭാബി. ഞാനിവിടെ ബോധമില്ലാതെ ചോര ഒളിച്ച് കിടന്നപ്പോ മരിക്കാറായ എന്നെ എടുത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ചത് ഈ സുരഭി സിസ്റ്റർ. ഇവളന്ന് തീർന്നു പോയെങ്കിൽ എന്റെ മനസമാധാനം നഷ്ടപ്പെടില്ലായിരുന്നു. അവൾക്കൊരാപത്ത് വരുമ്പോ അമ്മ കൂടെ നിന്ന് സഹായിക്കുക തന്നെ വേണം. ഇപ്പൊ ദിനേശൻ ചേട്ടന് മനസ്സിലായോ സുരഭി സിസ്റ്ററും ഞാനും തമ്മിലുള്ള ബന്ധം?
സഞ്ജു ശ്രീകുട്ടിയും ബാംഗ്ലൂർക്ക് പോയതാ ഇപ്പൊ ഇവിടെ പലർക്കും വിഷയമായിരിക്കുന്നത്. അവര് ഹണിമൂൺ ആഘോഷിക്കാൻ പോയെന്ന മട്ടില്ല ചിലരുടെ സംസാരം. ചേച്ചിയോട് അവരാരും ഒന്നും പറയാൻ ധൈര്യം കാണിക്കില്ല. ചേച്ചിയുടെ അമ്മയെ കൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാ ശ്രമിക്കുന്നത്. അത് വ്യക്തമല്ലേ മോളെ? ഒന്നിച്ചു പോയെന്ന് വെച്ച് എന്ത് സംഭവിക്കാനാ? അല്ലെങ്കിൽ തന്നെ അവരുടെ കല്യാണം കഴിഞ്ഞതാ. സഞ്ജുവും രാജു സംസാരിക്കുന്നത് ഞാൻ കേട്ടതാ മോളെ. എന്താ അമ്മേ സംസാരിച്ചത്? ഒരിക്കൽ ഞാനൊരു താലി കെട്ടിയതല്ലേ, വീണ്ടും ഒന്ന് കെട്ടിയാൽ എന്താന്ന് സഞ്ജു രാജുവിനോട് ചോദിച്ചതാ. ദൈവമായിട്ട് അതെന്റെ കാതിൽ കേൾപ്പിച്ചു തന്നു. അതും അവനിൽ നിന്ന് തന്നെ. അത് സത്യമാണെന്ന് തെളിഞ്ഞതുകൊണ്ട് മനസ്സിനൊരു സ്വസ്ഥതയില്ല മോളെ. ശാസ്ത്രികള് പറഞ്ഞത് സത്യമായ സ്ഥിതിക്ക് സഞ്ജു വീണ്ടും താലി കെട്ടിയ ദോഷം ഉണ്ടാവുമെന്ന് പറഞ്ഞതും സത്യമായി തന്നെ തീരും. മോളുടെ കണ്ണു നിറഞ്ഞല്ലോ, എന്തു പറ്റി മോളെ? അത് ദോഷം വരുമെന്ന് അമ്മ പറഞ്ഞപ്പോ വിഷമം വന്നുപോയി. എന്റെ ഈ വേദന അറിയുന്നത് നീ മാത്രമേ ഉള്ളൂ. അച്ഛൻ പറയുന്നത് പരിഹാരക്രിയകളാ. എനിക്കതില് വിശ്വാസമൊന്നും പോരാ മോളെ. അച്ഛൻ പറയും പോലെ കല്യാണം നടത്താതിരിക്കാനും പറ്റില്ല. ഇതിന് ഒരു പരിഹാരവും ഇല്ലേ അമ്മേ? വിവാഹത്തിൽ കുറഞ്ഞ ഒന്നിനും ചേച്ചി തയ്യാറാവില്ല. ചേച്ചിയോട് സംസാരിക്കുമ്പോ തന്നെ അത് മനസ്സിലാവും. വിവാഹത്തെക്കുറിച്ച് ചേച്ചി ഒരുപാട് സ്വപ്നങ്ങൾ കാണുന്നുണ്ട്. അതല്ലേ ആദ്യം നടന്ന താലികെട്ട് അവള് മറച്ചു പിടിക്കുന്നത്. സഞ്ജുവിനെ കൊണ്ട് താലികെട്ട് നടന്നിട്ടില്ല എന്ന് പറയിപ്പിക്കുന്നതും അവളാ. അവള് പറയില്ലെങ്കിലും അവൻ അതൊന്ന് തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ എന്റെ ഉള്ളിലെ തീയൊന്നണയുമായിരുന്നു മോളെ. അദ്ദേഹം അത് പറഞ്ഞ അമ്മയുടെ ഉള്ളിലെ തീ ആളി പടരുകയുള്ളൂ. എനിക്ക് അകത്തേക്കൊന്ന് വരാമോ? അതിനെന്താ, വരൂ. ഇരിക്കു കാഞ്ചനെ. ഞാൻ ശ്രീദേവിയെ കാണാൻ വന്നത് എന്റെ മനസ്സിലെ ചില ഉത്കണ്ഠകൾ കൊണ്ടാ. നമ്മൾ തമ്മിൽ സ്വരച്ചേർച്ചയിലല്ലെങ്കിലും ഒന്നിച്ച് ജീവിക്കേണ്ടത് നമ്മുടെ കുട്ടികളല്ലേ? ഞാൻ പൊക്കോട്ടെ അമ്മേ? നീ എന്നെ കണ്ടതുകൊണ്ട് പോണ്ട. നീ കൂടി കേൾക്കേണ്ട കാര്യമേ. കാരണം ഞാൻ പറയുന്നതിനേക്കാളും നീ പറയുന്നതാ ശ്രീകുട്ടി കേൾക്കുന്നത്. ഞാനാകെ കൺഫ്യൂഷനില്ല. ദിനേശൻ താഴെ വെച്ച് എന്തൊക്കെയോ പറഞ്ഞു. മറ്റൊന്നുമല്ലേ, സഞ്ജുവിന്റെ ശ്രീകുട്ടിയുടെയും രജിസ്റ്റർ മാരേജ് കഴിഞ്ഞു എന്നത് തന്നെയേ. അങ്ങനെ നടന്നിട്ടില്ലെന്ന് ശ്രീകുട്ടി എന്നോട് ഉറപ്പിച്ചു പറഞ്ഞു. അല്ല, ശ്രീദേവി പറയുന്നു താലികെട്ട് പാടില്ലെന്ന്. ഇതിനിടയിൽപ്പെട്ട് ശ്വാസം മുട്ടുന്നത് ഞാന്. ശ്രീകുട്ടി എന്നോട് കള്ളം പറയില്ലെന്ന് നല്ല വിശ്വാസമുണ്ട്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ശ്രീദേവി. ഇത് പറയാനാണോ വല്യേച്ചി വന്നത്? ഇതേതാണ്ട് പട്ടി ചന്തയ്ക്ക് പോയ പോലായി. ശാസ്ത്രികളും പിന്നെ അച്ഛൻ കണ്ട ഒരു ജ്യോതിഷനും അങ്ങനെ പറഞ്ഞു. കുട്ടികളെ സമ്മതിക്കുന്നില്ലെങ്കിൽ നമുക്ക് പിന്നെ എന്ത് ചെയ്യാനാവും? എന്തെങ്കിലും പരിഹാരക്രിയ ചെയ്യാമെന്ന് അച്ഛൻ പറഞ്ഞ പ്രകാരമാ വിവാഹം നടത്താമെന്ന് തീരുമാനമായത്. ആധികാരികമായിട്ട് പറയാൻ ഞാനാരാ? വിവാഹം നടത്തണം ശ്രീദേവി. എന്ത് പരിഹാരക്രിയ വേണമെങ്കിലും ശ്രീദേവിക്കൊപ്പം നിന്ന് ഞാൻ ചെയ്യാം. എനിക്കെന്റെ മകളുടെ സന്തോഷത്തിൽ കവിഞ്ഞ് മറ്റൊന്നുമില്ല. അവളുടെ കല്യാണം കഴിഞ്ഞ ഞാൻ പ്രഭയ്ക്കൊപ്പം യുഎസിലേക്ക് പോകും. പിന്നെ ശ്രീദേവിയുടെ തണലില്ല അവള്. ശ്രീകുട്ടി എനിക്ക് മോളെ പോലെ തന്നെയല്ലേ? അവൾക്കിവിടെ എന്ത് കുറവുള്ളത്? എൻഗേജ്മെന്റ് നടക്കുമ്പോ എന്റെ ഭാഗത്തുനിന്ന് ശ്രീദേവിയോട് മോശപ്പെട്ട ചില പെരുമാറ്റങ്ങളുണ്ടായി. അതിനി മനസ്സിൽ വെക്കണ്ട. ഞാനത് മറന്നു കഴിഞ്ഞതല്ലേ? അല്ല, അന്ന് സഞ്ജു മുകുന്ദേട്ടൻ ധരിച്ച ഡ്രസ്സാ വിവാഹ നിശ്ചയത്തിന് ധരിച്ചെന്ന് ആരോ പറയുന്നത് കേട്ടു.
വല്യേച്ചി ട്രാക്കിൽ വന്നു. അതിന്റെ മറ്റേ കൈ കൂടെ മുറുക്കി വല്യേച്ചി. പിടിക്ക. നീ നേടിയെന്ന് അഹങ്കരിച്ചതാടി ഞാൻ വെട്ടിയെടുത്തത്. ഇനി ഇത് കൊണ്ടുപോയി നീ പൂജ വെച്ചോ. നീ ഓർത്തു വെച്ചോ, കാഞ്ചനയുടെ മുന്നിലേ നീ ഇത്രയേ ഉള്ളൂ.